ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷിൻ്റെ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രീറ്റ് സ്റ്റൈലിലുള്ളൊരു ബനാന പാൻകേക്കാണ്. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ് പഴവും അതുപോലെ തന്നെ മൈദപ്പൊടിയൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ബനാന പാൻകേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മൈദപ്പൊടിയാണ്, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. ഒരു 2 കപ്പ് നമ്മുടെ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ, 250 ml മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പ് നമ്മുടെ മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ അളവ് എടുക്കുന്ന ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും എടുത്താലും മതി. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നോർമലായിട്ടുള്ള പച്ചവെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത്, ചെറു ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ പാലുണ്ടല്ലോ, പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെറു ചൂടിൽ നിങ്ങൾക്ക് ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റും നമ്മൾ തയ്യാറാക്കി വരുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും ഉണ്ടാവും. പക്ഷേ ഞാനിന്നിപ്പം ചെറു ചൂടുള്ള വെള്ളം കൊണ്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് ഇത് കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അതിൽ ഈ വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പം എങ്ങാനും കൂടി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1 ടേബിൾ സ്പൂണോളം നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതേ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ കുഴച്ചെടുക്കുക. നമ്മളൊരു 3-4 മിനിറ്റ് എടുത്തിട്ട് തന്നെ നന്നായിട്ട് നല്ല പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. എങ്കിലും നമ്മളിത് തയ്യാറാക്കി വരുമ്പോൾ നമ്മുടെ ആ ഒരു ഷീറ്റ് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് പരത്തിയെടുക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ കുഴച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഹാർഡായിട്ടൊക്കെ ഇരിക്കും. നമ്മൾ ചിലപ്പം ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചുട്ടെടുക്കുമ്പം വലിയൊരു സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, അതേപോലെ ആയിരിക്കും. നന്നായിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് കയ്യിലിട്ടിട്ടും നമ്മുടെ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ അതൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ തന്നെ വെക്കുന്നുണ്ട്. സമയമില്ലെങ്കിൽ പോലും നിങ്ങളൊരു 10-15 മിനിറ്റെങ്കിലും വെച്ചിരിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് റൊട്ടി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അതായത് ഇവിടെ ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊരു ഭാഗത്ത് നമ്മൾ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ്, അത്യാവശ്യം കുറച്ച് വലിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുത് എടുക്കുകയാണെങ്കിൽ ഒരു 4 മുട്ട വരെ എടുക്കേണ്ടി വരും. അപ്പോൾ മുട്ട നമ്മൾ നന്നായിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം കിട്ടാത്തവർ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള പഴങ്ങൾ ചേർക്കാം. മൈസൂർ പഴം അതുപോലത്തെ പഴങ്ങളല്ല കേട്ടോ, അതായത് ചെറുപഴങ്ങളൊന്നുമല്ല, നമുക്ക് വലുതായിട്ട് കിട്ടുന്ന പഴങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ സൗദിയിലൊക്കെ കിട്ടുന്ന പഴമായാലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ നമ്മുടെ നാടൻ നേന്ത്രപ്പഴമാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനിവിടെ പഴം 2 അത്യാവശ്യം നല്ല സൈസുള്ള പഴമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, അത് ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഒരുപാട് മധുരമൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഷുഗർ ചേർക്കണം എന്നില്ല കേട്ടോ. നമ്മളിതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ കുറച്ചൊക്കെ മധുരത്തിൽ കഴിക്കണം എന്നുള്ളവർക്ക്, അതിലിപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ഇട്ടിരുന്നാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു ഭാഗത്ത് നമ്മൾ മാറ്റി വെക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഡോൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് നല്ല റൗണ്ടിൽ ചെറിയൊരു പോർഷൻ എടുക്കുക. ഇത് നമ്മൾ എടുക്കേണ്ടത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന നമ്മുടെ പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന ആ ഒരു ചട്ടിയുടെ കറക്റ്റ് സൈസിനാണ് ഞാനിത് പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന കൗണ്ടർ ടോപ്പിൽ നമ്മൾ പൊടിയൊന്നും തൂവി കൊടുക്കുന്നില്ല, നമ്മൾ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാണ് കേട്ടോ അത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓയിൽ നന്നായിട്ടൊന്ന് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. നമ്മളൊരു ചതുരത്തിൻ്റെ ഷേപ്പിലായിട്ടാണ് പരത്തിയെടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നൊന്നുമില്ല, പക്ഷേ ഏകദേശം നമുക്കങ്ങനെ 4 സൈഡിൽ നിന്ന് മടക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന പാനിൻ്റെ സൈസിന് തന്നെ പരത്തിയിട്ടെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റത്തത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻ ഇത് ഞാൻ സ്റ്റോവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്തിയിട്ട് കൊടുക്കാം, അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ചേർത്തിയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പ്യൂറായിട്ടുള്ള ഏതെങ്കിലും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് നമ്മുടെ മിൽമയുടെ പ്യൂറായിട്ടുള്ള നെയ്യാണ്. അപ്പോൾ അതൊരു 1 ടീസ്പൂൺ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാന്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഇത് എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പം പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു ഷീറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ അത് മടക്കിയെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് അടി പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും ചൂട് കൂടി കഴിഞ്ഞാൽ. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഷീറ്റ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് കുക്കായി വരുന്നതിൻ്റെ മുമ്പേ തന്നെ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, പഴവും അതുപോലെ മുട്ടയുടെ ഒക്കെ ഈ മിക്സ്, ആ മിക്സ് സെൻട്രലായിട്ട് ഒരു തവിക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, നിറയെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മളത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സെൻറ്ററിൽ ഒരു സ്ക്വയർ ആയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബനാന പീസസും അതുപോലെ തന്നെ എഗ്ഗിൻ്റെ മിക്സും രണ്ടും കൂടെ പെടണം കേട്ടോ. ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ മുകളിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രം ഇത് കുക്ക് ചെയ്യുക കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അടിവശം അങ്ങോട്ട് കുക്കായിട്ട് പോകും. ഇനി ഇതേ ഒരു വശത്തുനിന്ന് ഇതുപോലെ നമ്മളിതൊന്ന് മടക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകും. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക, ആ പാനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ 4 വശത്തു നിന്നും ഈ ഒരു രീതിയിൽ, ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മളിതൊന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു അടിവശം കുക്കായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മടക്കിയെടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് ആ മിക്സ് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ കവർ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഒരു വശം കൂടെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഒരിത്തിരി ബട്ടർ ഇട്ട് കൊടുക്കുക ഈ ഒരു പാനിലേക്ക്. അതല്ല ഇതുപോലെ നെയ്യാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഉരുട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്താൻ കേട്ടോ. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. അതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗവും ഒന്ന് കുക്കായിട്ട് കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. നമ്മുടെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി ആദ്യമേ നമുക്ക് പണികളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ഞാൻ ഈ രീതിയിലൊന്ന് സ്ക്വയർ ആയിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാനിലേക്ക് നമ്മുടെ പ്യൂറായിട്ടുള്ള മിൽമയുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഷീറ്റ് വെച്ച് കൊടുക്കുക. ഷീറ്റ് കുക്കായി വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു ബനാനയും മുട്ടയൊക്കെ ആയിട്ടുള്ള മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കവർ ചെയ്തിട്ട് മടക്കി എടുക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടി നിൽക്കാതെ ഇങ്ങനെ വിട്ടിട്ട് പോരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ വീണ്ടും കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ വശവും ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക, ഈ രീതിയിലൊന്ന് പിടിച്ചിട്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദ വെച്ചിട്ടാണ്, അതുപോലെ തന്നെ 2 പഴമാണ്. ഈ ഒരു അളവിൽ നിന്നും നമുക്ക് ഇതേ ഒരു സൈസിലുള്ള ഇതേ ഒരു റാപ്പ് നമുക്കൊരു 6 എണ്ണം വരെ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ട് തയ്യാറാക്കിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ കുക്കാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്വീറ്റ് തന്നെ കുറച്ചും കൂടെ നല്ല സ്വീറ്റ് ആയിട്ടും നല്ല വെറൈറ്റി ആയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുമ്പോൾ കുറച്ചുകൂടെ പണികളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു കത്തി വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇതുപോലൊരു പിസ്സ കട്ടർ വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡാണ് ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരുപാടൊന്നും ഒഴിക്കണ്ട, ഒരു 1-2 ടീസ്പൂൺ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ എൻ്റെ മിൽക്ക് മെയ്ഡ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒഴുകാനൊരു ബുദ്ധിമുട്ട് കാണുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്ടെല്ല യൂസ് ചെയ്യാവുന്നതാണ്. ന്യൂട്ടെല്ല നന്നായിട്ട് ഇത്തിരി പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കൊക്കോ പൗഡറിലേക്ക് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ചോക്ലേറ്റ് ഒക്കെ കാണുമ്പോഴായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈലിലുള്ള ബനാന പാൻ കേക്ക്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.